തീർച്ചയായും ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ ഉൾപ്പെടെ അമേരിക്കയിൽ താമസിക്കുന്നവർക്കും അമേരിക്കക്കാരായവർക്കും ഒക്കെ അപമാനകരമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ മരണം, സംസ്കാരം അതൊക്കെ സാമാന്യ മര്യാദയോടുകൂടി അല്ലാണ്ട് സാധാരണക്കാർ പോലും ഇടപഴകില്ല. അവിടെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ്, അതും അമേരിക്കയുടെ തന്നെ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവരുടെ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങിനെ ചൂണ്ടി ഇക്കാര്യങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, നോക്കൂ, ഞാൻ ആദ്യം പ്ലേ ചെയ്ത വിഷ്വൽ താങ്കൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ വലിയ വികാര വായ്പോടുകൂടി ആളുകൾ ആർത്തലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇറാനിൽ നിന്ന് കാണുന്നത്. അവർ വലിയ തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വ്യാജമാണ് എന്ന് പറയുന്ന ട്രംപിനെ കൂടി കാണുന്നു. അപ്പോൾ മനുഷ്യന്റെ വികാരങ്ങൾ പോലും വിലമതിക്കുന്നില്ല ട്രംപ് എന്നൊരു സന്ദേശം കൊടുക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? രേണുക, ഇതിനകത്ത് ഞാനൊരു സ്വല്പം ക്ലാരിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകളെ പ്രതിരോധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയല്ല. അത് എന്താണ് എന്നുള്ളത് വിശകലനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായത്, ട്രംപ് ഒറ്റ വെടികൊണ്ട് മൊത്തം ഇറാനിയൻ ജനതയെ കുന്നടക്കും എന്നുള്ള ഒരു ഉദ്ദേശമോ അല്ലെ ആ ഒരു സെന്റൻസോ ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അദ്ദേഹം പ്രതിഫലിക്കാൻ ശ്രമിച്ചത് ഇതായിരിക്കാം. ഫെബ്രുവരി 28 ആ ഒറ്റ ദിവസത്തെ ആക്രമണം കൊണ്ട് 55-ലധികം ഇറാനിയൻ ലീഡേഴ്സിനെ അന്ന് കൊല്ലപ്പെട്ടു. അതിന്റെ ഇതാണ് ഇപ്പൊ ഈ ഒരു ശവസംസ്കാരങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ ഒരു സ്ട്രെങ്ത് അമേരിക്കൻ സൈന്യത്തിനുണ്ട് എന്ന് ട്രംപ് മേ ബി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുകയോ പിന്താങ്ങുകയോ ചെയ്യുന്നില്ല. കാരണം ഞാൻ മാത്രമല്ല, അമേരിക്കയിലെ ഏകദേശം 69.5% ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിംഗ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള സമുന്നതരായ പല നേതാക്കളും സെനറ്റിലുള്ള പല ആൾക്കാരും പോലും ട്രംപിന്റെ ചില പ്രവൃത്തികളെ അല്ലെങ്കിൽ ചില വാചകങ്ങളെ അല്ലെങ്കിൽ ചില സംസാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതോടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഈ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം 30 ദിവസം കൊണ്ട് തീരുമെന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു, അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് തീർന്നില്ല എന്നുള്ള രീതിയിൽ അത് പോയി. പീസ് ട്രീറ്റി വന്നു, ഓൺ ആൻഡ് ഓഫ് ആയിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ ഇറാൻ എന്താണ് ശ്രമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഉള്ള എല്ലാ ഇമോഷണൽ അല്ലെങ്കിൽ സ്ട്രെങ്തും ഒരു കരുത്തും കൂടെ കാട്ടുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഒരു ശവസംസ്കാര ചടങ്ങിനെ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിന്റെ പ്രതിഫലനമാണ്. ഒബ്വിയസ്ലി അയത്തുള്ള ഖമേനി ഒരു പരിധി വരെ ഇറാനിയൻ ജനതയിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ഒരു പരിധി വരെ ഇറാനിയൻ ജനതയിൽ സപ്പോർട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പം അത് ഏത് ഭരണകൂടത്തിലുള്ള ആളാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും എല്ലാവരും 100% ആൾക്കാർ വെറുക്കപ്പെട്ടവരോ അല്ലെങ്കിൽ സപ്പോർട്ടുള്ളവരോ ആയിരിക്കുന്നില്ല എന്ന് പറഞ്ഞ മുടക്ക് തന്നെ ഇറാനിയൻ ഭരണകൂടം കഴിഞ്ഞ ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് മുമ്പ് 5-6 മാസം മുമ്പ് ഏകദേശം 38,000 ആൾക്കാരെ ഈ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് കൊന്നൊടുക്കിയത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇറാനിയൻ ജനത തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷന് എതിരായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ ഒരു മരണം നടന്നു കഴിഞ്ഞ് ശവസംസ്കാരം നടന്ന് ആ ഒരു സമയങ്ങളിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണോ, നമ്മുടെ വേർഡുകൾ കണ്ടെയ്ൻ ചെയ്യണോ, റെസ്പെക്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഈഫോ വട്ടോ ഒന്നുമില്ല. വി ഹാവ് ടു റെസ്പെക്ട് ആൻഡ് അതിനകത്തൊരു സംശയമില്ല. ഏതായാലും ഇനി മുന്നേക്ക് പോകുമ്പോൾ ഇതൊരു പെർമനന്റ് പീസ് ട്രീറ്റി ആയിട്ട് വരും എന്നുള്ളൊരു പ്രത്യാശ ലോക ജനതയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെ ലീഡർഷിപ്പിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടു കൂട്ടരും തമ്മിലുള്ള ആ ഒരു മിസ്ട്രസ്റ്റ് അതിന് മാത്രം വളരെ ലോ ലെവലാണ്. അപ്പൊ ആ ലോ ലെവലുള്ള ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് എത്രയധികം അതിനൊരു കുറവും ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഡയറക്ഷൻ ഉള്ളിടത്തോളം കാലം ഇത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ആ ഒരു റീജിയൻ അല്പം കലുഷിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കലുഷിതം ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഫാക്റ്റുകൾ വിശകലനം ചെയ്യുമ്പോൾ, ഇവിടെ ഇരുന്ന് വിശകലനം ചെയ്യുമ്പോഴും നിങ്ങൾ അവിടെ ഇരുന്ന് വിശകലനം ചെയ്യുമ്പോഴും ഇതൊരു പെർമനന്റ് സൊല്യൂഷനായി വന്ന് ആർക്കും ഒരു പീസ് അക്കോർഡ് പെർമനന്റ് ആയിട്ട് വന്ന് പെട്ടെന്ന് ഒരു നോബൽ പ്രൈസ് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ത് റീസൺ ആയിരുന്നു അമേരിക്ക അവിടെ പോയിരുന്നത്? റീസൺ എന്തായിരുന്നു? ഒന്ന് മിലിറ്ററി റീസൺ ആയിരുന്നു, ബാലിസ്റ്റിക് മിസൈലിന്റെ ഇഷ്യൂസ്, ന്യൂക്ലിയർ ബോംബിന്റെ ഇഷ്യൂസ്. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ റീസൺ ആയിരുന്നു. കാരണം ഖമനേയി ഭരണകൂടത്തെ അട്ടിമറിച്ച് അമേരിക്ക ഫേവർ ആയിട്ടുള്ള
ജനതയെ ഡെമോക്രസിയിലൂടെ ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പിലെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നുവെങ്കിൽ അതൊക്കെ പാർഷ്യലി മാത്രമേ നടന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ഏതായാലും അതോടൊപ്പം നമ്മളെല്ലാവരും ലേൺ ചെയ്ത ഒരു പുതിയ ലെസനോടെ ഉണ്ട്, ഇൻക്ലൂഡിംഗ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അതാണ് നമ്മൾ പല ചർച്ചകളിൽ ഇതിന് മുമ്പ് പറഞ്ഞു മുടക്ക് തന്നെ ഹോർമുസ് എന്നൊരു ന്യൂക്ലിയർ ബോംബ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ന്യൂക്ലിയർ ബോംബിനെ ആയിരുന്നു ഏറ്റവും വലിയ ബോംബ് എന്ന് കരുതുവാണെങ്കിൽ ഇപ്പം നമ്മളൊരു പുതിയ ഒരു റിയാലിറ്റി സംസാരിക്കുമ്പോൾ ഹോർമുസ് കടലെടുക്കാണ് അതിനേക്കാളും വലിയൊരു എന്താ പറയുക, അതിന് മുമ്പ് പറഞ്ഞ ബാലിസ്റ്റിക് മിസൈൽ അല്ലെ മറ്റ് വെപ്പൺസിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആണെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ലോകം അത് കണ്ടറിയുകയും ചെയ്തു. കാരണം അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ അമേരിക്കയിലും ചൈനയിലും യൂറോപ്പിലാകമാനം ഗൾഫ് റീജിയനിലും മൊത്തം ആ ഒരു അതിന്റെ സൈഡ് ഇഫക്റ്റ് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി അവിടെ പോയോ, പൊളിറ്റിക്കൽ റീസൺ ആയിരുന്നു അല്ലെങ്കിൽ മിലിറ്ററി റീസൺ ആയിരുന്നുവെങ്കിൽ ഇക്കണോമിക്കൽ സൈഡ് എഫക്റ്റ് വാങ്ങി നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ശരി ശരി, ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ സജിമോൻ ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു ശാശ്വതമായ സമാധാനം ആ മേഖലയിൽ ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചർച്ചകളിലൂടെ ഈ വെടിനിർത്തൽ എത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാം അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇവിടെ നോക്കൂ, എപ്പോഴാണ് ഈ യുദ്ധത്തിനുള്ള സമയം ഇസ്രയേലും അമേരിക്കയും തെരഞ്ഞെടുത്തതെന്ന് നോക്കിയാൽ വലിയ രീതിയിൽ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ അവസരം അവർ കണ്ടെത്തുന്നത്. പക്ഷേ ഇന്ന് ഇറാനിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ ഖമനയെ ഓർത്ത് വാവിട്ട് കരയുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന എല്ലായിടത്തും വലിയ ജനക്കൂട്ടം കാണുന്നു. അത് ഒരു ചരിത്രമായി മാറാൻ പോകുന്നു. 2 കോടിയോളം ആളുകളെയാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ അതിനുവേണ്ടി നടത്തുന്നുണ്ട്. ജനങ്ങളുടെ ഈ വികാര വായ്പ് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിനുള്ള ഇറാന്റെ മറുപടി തന്നെയാണോ അത്? ജനങ്ങളുടെ ഇറാൻ ഭരണകൂടത്തോടുള്ള ഇപ്പോഴത്തെ സമീപനം എന്ത് എന്നതിൻ്റെ ഒരു ടെസ്റ്റ് കൂടിയാകും ഈ സംസ്കാര ചടങ്ങുകളെന്ന് നേരത്തെ തന്നെ കരുതിയിരുന്നതാണ്. അപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചന എന്താണ് ലോകത്തിന് ആ ദൃശ്യങ്ങൾ നൽകുന്നത്? രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒന്ന്, ഇപ്പൊ ഈ ട്രംപ് പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്ത് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് ഇറാനില് ഒരു റിച്വൽ ആണ് ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട റിലീജിയസ് ലീഡേഴ്സ്. കാരണം ഖമേനി ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമല്ല, ഒരു റിലീജിയസ് ലീഡർ കൂടെയാണ്, അല്ല ഒരു സ്പിരിച്വൽ ലീഡർ കൂടെയാണ്. അങ്ങനെയുള്ള ആളുകള് മരിക്കുമ്പം വാവിട്ട് നെഞ്ചടിച്ച് കരയുക എന്നുള്ളത് അവിടുത്തെ ഒരു റിച്വലാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു അടക്കിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കരയുന്നതിന് തുല്യമാണ് അവിടെ നെഞ്ചത്ത് അടിച്ചു കരയുന്നത്. അപ്പൊ അത് വളരെ നോർമൽ ആയിട്ടൊരു കാര്യമാണ്, മാത്രമല്ല റിച്വൽ ആണ്. അത് അങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ. ഇത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡിക്റ്റേറ്ററിയൽ ആയിട്ടുള്ള ഒരു റെജീമിന് കീഴിൽ ഉള്ള ജനങ്ങൾ അത് ചെയ്തേ തീരും. അതാണ് അതിന്റെ ഒരു വാസ്തവം. അപ്പൊ അതിൻ്റെ അകത്ത് എത്ര ശതമാനം ആളുകളാണ് ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. എങ്കിലും ഏറെക്കുറെ ഒരു ഓൾഡർ ഫോക്ക്, പ്രായമുള്ള പഴയ ജനറേഷനുള്ള ആളുകൾ, സ്പിരിച്വൽ ആയിട്ട് റിലീജിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ് ആണ്. മാത്രമല്ല യുദ്ധം തുടങ്ങിയതിന് ശേഷം ആ വികാരം, ആ സെന്റിമെന്റ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അല്പം കൂടെ യുണൈറ്റഡ് ആയി ഇറാൻ യുദ്ധം തുടങ്ങിയ സമയത്തെ പോലല്ല. എന്നാൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.